സംസ്ഥാനത്ത് CPM SDPI കൂട്ടുകെട്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. SDPI സംസ്ഥാന വ്യാപകമായി LDFന് പിന്തുണ നൽകുന്നെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ആരോപണം തള്ളിയ മുഖ്യമന്ത്രി ചെന്നിത്തല അടക്കമുള്ളവർ നുണ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചു. LDFന് ആരുമായും ഡീലില്ല. VD സതീശനാണ് RSS സഹായം തേടിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മങ്കടയിൽ SDPI വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് പരിഹാസമായിരുന്നു മറുപടി. മുഖ്യമന്ത്രിയാണ് RSS നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നും അതിനാദ്യം മറുപടി നൽകട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഡീലുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. SDPI സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. അതിനെതിരായി 2-3 പേര് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ SDPIയുമായിട്ട് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PDP ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങളാണ് വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുക. വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDFനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എനിക്ക് മനസ്സിലായി നിങ്ങൾക്കതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ നിങ്ങൾക്കതിൽ? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ വിജയിച്ചു. നിങ്ങളെന്തിനായാലും വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാൻ. RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. 3Mന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് 3M വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. അതേസമയം ഇത്തവണത്തെ പിന്തുണ LDFനെന്ന സൂചന നൽകിയ SDPI സർക്കാർ മാറണമെന്ന അഭിപ്രായം SDPIക്ക് ഇല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. നമ്മൾ ഒരു പൊതു തീരുമാനത്തിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിച്ചു വരുന്നത്. അതല്ലാതെ ഒരു മണ്ഡലങ്ങൾ ഇങ്ങനെ മാറി മാറി വോട്ട് കൊടുക്കുന്ന സാഹചര്യം നമുക്ക് ഒരു നിലപാടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നമ്മൾ കൊടുക്കുള്ളൂ. ഒന്നുകിൽ LDFന് അല്ലെങ്കിൽ UDFന്. അതൊന്ന് നമ്മൾ പഠിക്കട്ടെ. ഇവരുടെയൊക്കെ ഈ മാനിഫെസ്റ്റൊക്കെ വരണം. ഈ ഇലക്ഷൻ സമയത്ത് ഇവർ കൂടുതൽ വാഗ്ദാനങ്ങൾ പറയണം. എന്നിട്ട് ഏത് മുന്നണി വന്നാലാണ് ജനങ്ങൾക്ക് ഗുണം വരിക എന്ന് പരിശോധിച്ചിട്ട് വോട്ട് കൊടുക്കും. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ SDPI ഇത്തവണ ആർക്കു പിന്തുണ നൽകുന്നു? അത് LDFനാണ് എന്ന സൂചനകളല്ലേ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വാക്കുകളിലുള്ളത്? SDPI വോട്ട് പിടിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. സ്മൃതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ച BJP CPM ഡീൽ എന്നതിനപ്പുറം ഇപ്പോൾ CPMനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ആരോപണമായിട്ട് SDPIയുമായിട്ടുള്ള ബന്ധവും മാറുന്നു എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയാണ് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. സംസ്ഥാന വ്യാപകമായിട്ട് SDPIയുടെ പിന്തുണ ഇത്തവണ LDFനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ മങ്കടയും വേങ്ങരയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SDPIയുടെ പിന്തുണ LDF അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മങ്കടയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയാണ് അവിടെ LDF പിന്തുണക്കുന്നത്. നേരത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചത് LDFനെ പിന്തുണക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ളൊരു മറുപടി കാര്യത്തിൽ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും SDPI നേതാക്കളുമായിട്ട് LDFന്റെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയോ എന്ന ചോദ്യത്തിന് പരിഹാസമാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. രമേശ് ചെന്നിത്തല ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു പ്രതികരണം, ഒരു എക്സ്ക്ലൂസീവ് പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള CPI ലത്തീഫ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഭരണം മാറേണ്ട ഒരു സാഹചര്യമില്ല. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും ഒരു മുന്നണിക്കായിരിക്കും SDPI പിന്തുണ കൊടുക്കുക. LDFും UDFും SDPIയെ സംബന്ധിച്ച് സമമാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല. LDF മാറി UDF വന്നേ മതിയാകും എന്ന നിലപാടൊന്നും തന്നെ SDPIക്ക് ഇല്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് LDFന് തന്നെയായിരിക്കും ഇത്തവണത്തെ SDPIയുടെ പിന്തുണ എന്ന സൂചന തന്നെയാണ് CPI ലത്തീഫ് പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ട് വരും ദിവസങ്ങളിൽ എങ്ങനെ LDF നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. സ്മൃതി. ശരി, മുബഷീർ P. അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.